ഇപ്പോൾ ആകെ ലോകത്ത് AI മയമാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ അവിടെയുമുണ്ട് AI ഇടപെടൽ. കഴിഞ്ഞ ദിവസം ഇറാനിലെ 1000 കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ പട്ടാളത്തിനെ സഹായിച്ചത് AI ആയിരുന്നുവെന്ന വാർത്ത നമ്മൾ ഏവരെയും അതിശയിപ്പിച്ചിരുന്നു. യുദ്ധമുഖത്ത് AIക്ക് എന്താ കാര്യമെന്നായിരുന്നു പലരുടെയും ചോദ്യം. എന്നാൽ AIക്കാണ് ഇനി കാര്യമുള്ളത്. അത് യുദ്ധമായാലും സമാധാനമായാലും. എങ്ങനെയായിരുന്നു തിരിച്ചടിക്കാനായി AI സഹായിച്ചതെന്ന് അറിയേണ്ട കാര്യമുണ്ടല്ലോ. വിശദമായി നോക്കാം ടിക്ടോക്കിലൂടെ. ഇന്ന് മിക്കവരും ഭക്ഷണം തയ്യാറാക്കുന്നത് മുതൽ ഇമെയിൽ സന്ദേശം ടൈപ്പ് ചെയ്യുന്നത് വരെ AI ടൂളുകളുടെ സഹായം തേടുന്നവരാണ്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം അത്ര കണ്ട് വർദ്ധിച്ചു കഴിഞ്ഞു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മിക്കവരും ആശ്രയിക്കുന്ന AIയുടെ സ്വാധീനം യുദ്ധമുഖത്ത് പോലും നിർണായകമായി മാറിയിരിക്കുന്നു എന്നത് അടുത്തിടെ നടന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. യുദ്ധമുഖത്ത് AI എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ കൃത്യമായ വിശദീകരണം AI കമ്പനികൾ അടക്കം ആരും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മിക്കവരും ആശ്രയിക്കുന്ന AIയുടെ സ്വാധീനം ഇന്ന് യുദ്ധമുഖത്ത് പോലും നിർണായകമായി മാറിയിരിക്കുന്നു. അതിനുദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും വെളിപ്പെടുത്തുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടികൂടിയത് മുതൽ ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വരെ ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് AI ഉപയോഗിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ്. യുദ്ധമുഖത്ത് AI എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് കൃത്യമായൊരു വിശദീകരണം AI കമ്പനികളടക്കം ആരും ഇതുവരെ നൽകിയിട്ടില്ല. ഇറാനിൽ ആക്രമണം നടക്കുന്നതായി രഹസ്യ വിവരങ്ങളുടെ വിലയിരുത്തൽ, ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കൽ, യുദ്ധ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കൽ എന്നിവയ്ക്കായി US സെൻട്രൽ കമാൻഡ് ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് AI ഉപയോഗിച്ചിരുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ആക്രമണത്തിന് തൊട്ടുമുമ്പ് അമേരിക്കൻ യുദ്ധകാര്യ വകുപ്പും ആന്ത്രോപിക്കും തമ്മിൽ ഭിന്നതയിലാവുകയും ക്ലൗഡ് ഉപയോഗിക്കുന്നത് നിർത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ഏജൻസികളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ക്ലൗഡ് പൂർണ്ണമായും ഒഴിവാക്കി ഇറാനിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് പിന്നീട് വ്യക്തമായത്. രഹസ്യവിവരങ്ങളുടെ വിലയിരുത്തലിൽ, ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കൽ എന്നിവയൊക്കെ കൊണ്ട് പ്രായോഗികമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ക്ലൗഡ് AI ആക്രമണ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കണക്കാക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആരും ഇക്കാര്യം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ആശങ്കാജനകമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്തവും ബാധ്യതയും ആരെ ഏറ്റെടുക്കുമെന്ന ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. വിമാനാപകട ദൃശ്യങ്ങൾ വിശകലനം ചെയ്യാനും സൈബർ ഭീഷണികൾ കണ്ടെത്താനും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നയിക്കുക പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിർമ്മിത ബുദ്ധി യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നവംബറിൽ പെന്റഗണിനു വേണ്ടി ജോലികൾ ചെയ്യുന്ന ഡാറ്റ അനലിസ്റ്റ് കമ്പനിയായ പാലന്റിക് ടെക്നോളജീസുമായി സഹകരിച്ച് ആന്ത്രോപിക് ക്ലൗഡ് എന്ന AI മോഡലിനെ തീരുമാനങ്ങൾ എടുക്കുന്നതിലടക്കം സൈന്യത്തിന് പിന്തുണ നൽകാൻ കഴിയുന്ന AI സംവിധാനമാക്കി വികസിപ്പിക്കുന്നുവെന്ന ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പിന്നീട് ജനുവരിയിൽ ശബ്ദനിയന്ത്രിത ഓട്ടോണമസ് ഡ്രോൺ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആന്ത്രോപിക് പെന്റഗണിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ഈ പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. തെറ്റുകൾ വരാൻ സാധ്യതയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരം വിനാശകരമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്നത് എന്നൊരു ആശങ്കയുമുണ്ടായിരുന്നു. AIയുടെ ഏതെങ്കിലും ഒരു തെറ്റായ വ്യാഖ്യാനം അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത നാശനഷ്ടങ്ങൾക്കായിരിക്കും വഴിവെക്കുക എന്നുള്ളതാണ് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിച്ചത്. ഗാസയിൽ ഹമാസുമായിട്ടുള്ള ബന്ധം, സൈനിക ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ AI ഡ്രൈവൻ ഡാറ്റാബേസ് ആയിട്ടുള്ള ലാവൻഡർ ഉപയോഗിച്ച കാര്യം നമുക്ക് ഏവർക്കും അറിയാം. ഓരോ വ്യക്തികളെയും നിരീക്ഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. സാമൂഹിക ബന്ധങ്ങളും ലൊക്കേഷൻ ഹിസ്റ്ററിയും പോലുള്ള വലിയ അളവിലുള്ള നിരീക്ഷണ ഡാറ്റ വിശകലനം ചെയ്ത് ഓരോ വ്യക്തിക്കും 1 മുതൽ 100 വരെയുള്ള സ്കോറുകളും നൽകും. ഒരു വ്യക്തിയുടെ സ്കോർ ഒരു നിശ്ചിത പരിധിക്ക് മുകളിലാകുമ്പോൾ തന്നെ ലാവൻഡർ അവരെ ഒരു സൈനിക ലക്ഷ്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യും. ലാവൻഡർ 10% തെറ്റുവരുത്തിയിരുന്നു എന്നാണ് അന്ന് ഇസ്രയേലി പലസ്തീനിയൻ വാർത്താ ഏജൻസികൾ പ്രസിദ്ധീകരിച്ച അന്വേഷണാത്മക റിപ്പോർട്ട് ആരോപിച്ചിരുന്നത്. ഇറാനിലെ 1000 കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ പട്ടാളം AI സഹായം തേടിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. AI കൊണ്ട് ഇത്രയും വലിയൊരു യുദ്ധം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന സംശയം അത് പലരിലുമുണ്ട്. എന്നാൽ ആ സംശയമൊന്നും വേണ്ട. ലോകത്തെ പാടെ പറിച്ചു കളയാനുള്ള ശക്തി ഇന്ന് AIക്കുണ്ട്.
കൃത്യതയോടെ ബോംബാക്രമണം നടത്താൻ ആന്ത്രോപിക്കിന്റെ AI മോഡലായ ക്ലൗഡാണ് ഉപയോഗിച്ചതെന്നാണ് നേരത്തെ വാർത്തകൾ പുറത്തുവന്നത്. മുമ്പ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാനും ഇതേ AI സഹായം US തേടിയ വാർത്തകളും നമ്മൾ കണ്ടിരുന്നു. അന്ന് കടുത്ത എതിർപ്പാണ് ആന്ത്രോപിക് ഉയർത്തിയത്. വിനാശകരമായ കാര്യങ്ങൾക്കും ആയുധമുണ്ടാക്കാനും ചാരവൃത്തിക്കുമായി ക്ലൗഡ് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു അന്ന് കമ്പനിയുടെ നിലപാട്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ AIന്റെ പങ്ക് എന്താണെന്ന് നോക്കാം. ഇറാനിലെ 1000 കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ പട്ടാളം AIയുടെ സഹായം തേടിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവരികയാണ്. കൃത്യതയോടെ തന്നെ ബോംബാക്രമണം നടത്താനും ആന്ത്രോപിക്കിന്റെ AI മോഡലായിട്ടുള്ള ക്ലൗഡ് തന്നെയാണ് ഉപയോഗിച്ചതെന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു. മുമ്പ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാനും ഇതേ AI സഹായം തന്നെയായിരുന്നു US തേടിയത്. അന്ന് കടുത്ത എതിർപ്പ് ആന്ത്രോപിക് ഉയർത്തിയിരുന്നു. വിനാശകരമായ കാര്യങ്ങൾക്കും ആയുധമുണ്ടാക്കാനും ചാരവൃത്തിക്കുമൊക്കെ ഈ ക്ലൗഡ് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു അന്ന് കമ്പനിയുടെ നിലപാട്. ഇതോടെ കമ്പനിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എത്തിയിരുന്നു. ആന്ത്രോപിക് ഒരു റാഡിക്കൽ ലെഫ്റ്റ് AI കമ്പനിയാണെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. ട്രംപിനോട് യോജിക്കുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ മറ്റൊരു AI മോഡലിലേക്ക് മാറുക അത്ര എളുപ്പമല്ലെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും പെന്റഗൺ തലവനും US സെക്രട്ടറി ഓഫ് വാറുമായ പീറ്റ് ഹെഗ്സേത്ത് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വാർ ഡിപ്പാർട്ട്മെന്റിൽ ആന്ത്രോപിക്കിന്റെ സേവനങ്ങൾ 6 മാസത്തേക്ക് കൂടി തുടരുമെന്നും ശേഷം മറ്റൊരു സർവീസിലേക്ക് മാറാമെന്നുമായിരുന്നു. യുദ്ധം തുടങ്ങി ആദ്യ 12 മണിക്കൂറിൽ തന്നെ 900 മിസൈലുകളായിരുന്നു US ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിലായി വർഷിച്ചത്. ആയത്തുള്ള ഖമനി ഉണ്ടായിരുന്ന കെട്ടിടം അടക്കം തകർത്തത് ഈ ആക്രമണത്തിലൂടെ തന്നെയായിരുന്നു. കൃത്യത ഉറപ്പാക്കാൻ AI വലിയ തോതിൽ സഹായിച്ചുവെന്നായിരുന്നു അമേരിക്കയുടെ വെളിപ്പെടുത്തൽ. വാർടെക് കമ്പനിയുമായ പലന്റിയറുമായി ചേർന്നാണ് ക്ലൗഡ് US സൈന്യം ഉപയോഗിക്കുന്നതും. പലന്റിയറിന്റെ മാവൻ സ്മാർട്ട് സംവിധാനത്തിലാണ് AI സംയോജിപ്പിച്ചിരിക്കുന്നത്. ഉപഗ്രഹങ്ങളിൽ നിന്നും നിരീക്ഷണ ക്യാമറകളിൽ നിന്നുമുള്ള യഥാസമയ വിവരമടക്കം കൃത്യമായി വേർതിരിക്കപ്പെട്ട വിവരങ്ങളാണ് മാവൻ സ്മാർട്ട് സംവിധാനത്തിൽ എത്തുന്നത്. ഇങ്ങനെ ലഭ്യമാക്കുന്നതോടെ സൈനികർക്ക് ജോലി എളുപ്പമാവുന്നുവെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റും ഗാർഡിയനും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. ക്ലൗഡിന്റെ സഹായത്തോടെ തന്നെ 100 കണക്കിന് ലക്ഷ്യകേന്ദ്രങ്ങളാണ് മാവൻ US സൈന്യത്തിന് തയ്യാറാക്കി നൽകിയത്. കൃത്യമായ ലൊക്കേഷൻ അടക്കം ഇങ്ങനെ ലഭിച്ച വിവരങ്ങളെ മുൻഗണനാക്രമണത്തിൽ ആക്രമിക്കേണ്ട താമസം മാത്രമേ സൈന്യത്തിന് വേണ്ടി വന്നിട്ടുള്ളൂ. വിവരങ്ങൾക്ക് പുറമെ ഓരോ സ്ഥലത്തും നാശമുണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട ആയുധങ്ങളും ഇതേ ആയുധം സമാന ലക്ഷ്യങ്ങളിൽ മുമ്പ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഫലം എന്നിവയടക്കമുള്ള വിവരങ്ങളായിരുന്നു ക്ലൗഡ് കൈമാറിയത്. മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ 100 ഇരട്ടി വേഗത്തിലാണ് AI മെഷീനുകൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതെന്നും ഇത് ആക്രമണത്തിന്റെ വേഗത കൂട്ടുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. മെയ് 2025 വരെ 20,000-ഓളം US സൈനികരാണ് മാവൻ ഉപയോഗിച്ചതെന്നായിരുന്നു കണക്ക്. US സൈനിക കമാൻഡർ ഇപ്പോഴും ഏറ്റവും അധികം ആശ്രയിക്കുന്നത് മാവനെയാണെന്നും അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ടുണ്ട്. എന്നാൽ സൈനികർ സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ AIയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ആന്ത്രോപിക് CEO ഡാരിയോ മോദി പറഞ്ഞത്. അതേസമയം യുദ്ധത്തിൽ ഇറാൻ AI ഉപയോഗിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ഡാറ്റാ സെന്ററുകൾക്ക് നേരെ ഇറാൻ കനത്ത ഡ്രോണാക്രമണം നടത്തിയത് അമേരിക്കയുടെ AI ഉപയോഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണെന്നുള്ള ഒരു വാദവും ഉയർന്നിരുന്നു. ഡാറ്റാ സെന്ററുകൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം ഇനിയും ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളുമുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ കളികൾ ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ആന്ത്രോപിക് CEO ഡാരിയോ മോദി പറയുന്നത്. നിർമ്മിത ബുദ്ധിയിൽ സാം ഓൾട്ട്മാന്റെ ഓപ്പൺ AIയുമായി കടുത്ത മത്സരത്തിലുള്ള കമ്പനിയാണ് ആന്ത്രോപിക്. ഡാരിയോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വർഷം 2027 രാത്രിക്ക് രാത്രി പുതിയൊരു രാജ്യം പ്രത്യക്ഷപ്പെടുന്നു. 5 കോടി ജനങ്ങൾ, ഓരോരുത്തരും ഒരു നൊബേൽ സമ്മാന ജേതാവിനേക്കാൾ മിടുക്കുള്ളവർ, ഏതൊരു മനുഷ്യജീവിയേക്കാളും 100 ഇരട്ടി ചിന്താശേഷിയുള്ളവർ. അവർക്ക് ഉറക്കം ആവശ്യമില്ല. അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, റോബോട്ടുകളെ നിയന്ത്രിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു, ഡിജിറ്റലുമായി ബന്ധമുള്ള എന്തിനേയും പ്രവർത്തിപ്പിക്കുന്നു. മനുഷ്യർ നിയന്ത്രിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ മറ്റെന്ത് വേണമെന്നാണ് ഡാരിയോ ചോദിക്കുന്നത്. AIയുടെ കളികൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എപ്പോഴും ആന്ത്രോപിക് CEO ഡാരിയോ മോദി പറയാറുള്ളത്. അതെ, നിർമ്മിത ബുദ്ധിയിൽ സാം ഓൾട്ട്മാന്റെ ഓപ്പൺ AIയുമായി കടുത്ത മത്സരത്തിലാണ് കമ്പനിയെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ഡാരിയോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച അത് വളരെയധികം വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വർഷം 2027, അതെ, അടുത്ത വർഷം. രാത്രിക്ക് രാത്രി പുതിയൊരു രാജ്യം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. 5 കോടി ജനങ്ങളുണ്ട് അവിടെ. ഓരോരുത്തരും ഒരു നൊബേൽ സമ്മാന ജേതാവിനേക്കാൾ മിടുക്കുള്ളവരാണ്. ഏതൊരു മനുഷ്യജീവിയേക്കാളും 100 ഇരട്ടി ചിന്താശേഷിയുള്ളവരാണ്.
അവർക്ക് ഉറക്കം ആവശ്യമില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, റോബോട്ടുകളെ നിയന്ത്രിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു, ഡിജിറ്റലുമായി ബന്ധമുള്ള എന്തിനെയോ പ്രവർത്തിപ്പിക്കുന്നു. മനുഷ്യർ നിയന്ത്രിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ മറ്റെന്ത് വേണമെന്നായിരുന്നു ഡാരിയോ ചോദിച്ചത്. അതിരുകളില്ലാത്ത ഭാവനയാണിതെന്ന് പറഞ്ഞ് ആരും തള്ളിക്കളയേണ്ടതില്ലെന്നാണ് അതർസൈഡ് AI എന്ന കമ്പനിയുടെ CEO ആയിട്ടുള്ള മാറ്റ് ഷൂമറും പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-നായിരുന്നു ഓപ്പൺ AI പുറത്തിറക്കിയ GPT 5.3 കോഡെക്സിന്റെയും ആന്ത്രോപിക്കിന്റെ ഒപെക്സ് 4.6ന്റെയും പ്രകടനങ്ങൾ വരാനിരിക്കുന്ന ലോകം എത്രമാത്രം വ്യത്യസ്തമായിരിക്കും എന്നതിന്റെ സൂചനകളാണെന്ന് ഷൂമർ ചൂണ്ടിക്കാട്ടിയത്. സാം ഓൾട്ട്മാനും ദാരിയയും ഗൂഗിൾ CEO സുന്ദർ പിച്ചയും മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്തും അടക്കം AIയുടെ തലതൊട്ടപ്പന്മാർ ഏതാണ്ടെല്ലാവരും തന്നെ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലുണ്ടായിരുന്നു. ഇന്ത്യ നടത്തുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയത്. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യാ വിദഗ്ധരുമൊക്കെ പങ്കെടുത്ത AI ഉച്ചകോടി ഇന്ത്യക്ക് മാത്രമായിരുന്നില്ല, ലോകത്തിനൊന്നാകെ തന്നെ നിർണായകമായിരുന്നു. ChatGPTയുടെ ഏറ്റവും പുതിയ രൂപം നിർമ്മിക്കുന്നതിൽ അതിന്റെ പഴയ രൂപത്തിന് നിർണായക പങ്കുണ്ടായിരുന്നുവെന്നാണ് ഓപ്പൺ AI പറയുന്നത്. സ്വയം പുനർനിർമ്മിക്കാനാകുന്ന മികവിലേക്ക് AI എത്തുകയാണ് എന്നതാണ് ഇതിനർത്ഥം. മനുഷ്യർ സൃഷ്ടിച്ച AI മനുഷ്യനെ സൃഷ്ടിക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമാവുന്നത് രക്തവും മാംസവുമുള്ള ജൈവ മനുഷ്യരെ സൃഷ്ടിക്കുമോ എന്ന അർത്ഥത്തിലായിരിക്കില്ല, മറിച്ച് മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങൾ ഏറ്റെടുക്കാൻ AIക്ക് ആവുമോ എന്ന ആശങ്കയായിരുന്നു. AIയുടെ ലോകത്ത് അമേരിക്കയും ചൈനയുമാണ് മുൻനിരയിലുള്ളത്. ഈ വർഷം മാത്രം $650 ബില്യൺ, അതായത് ഏകദേശം 59 ലക്ഷം കോടി രൂപയാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ആമസോണും ആൽഫബെറ്റും മെറ്റയും മൈക്രോസോഫ്റ്റും ഒക്കെ മുടക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചിരുന്ന ദേശീയ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മൊത്തം ചെലവ് 53 ലക്ഷം കോടിയാണെന്നതും ഓർക്കേണ്ടതായിരുന്നു. നിർമ്മിത ബുദ്ധിക്കായി ചൈന എത്രയാണ് മുതൽ മുടക്കേണ്ടതെന്നതും വ്യക്തമല്ല. മുടക്ക് മുതലിന്റെ 10 മടങ്ങ് ലാഭം പ്രതീക്ഷിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികളുമായി AI വിഭവ ലഭ്യതയ്ക്കായുള്ള കരാറുകളിൽ ഏർപ്പെടുക എന്നത് വികസ്വര രാജ്യങ്ങൾക്ക് ഒരു കടമ്പയാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ പോലുള്ളൊരു ജനാധിപത്യ സമൂഹത്തിൽ AIയെ കൈകാര്യം ചെയ്യുന്നത് സാങ്കേതിക വിദ്യാപരം എന്നതിനേക്കാൾ ഉപരി സാമ്പത്തികവും സാമൂഹികവുമായ പ്രക്രിയയാവുന്നതും. നിലവിൽ തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് AIയുടെ മുന്നേറ്റം സൃഷ്ടിക്കുന്ന തൊഴിൽ നഷ്ടങ്ങൾ അത് കൂനിന്മേൽ കുരുവാകും എന്ന് തന്നെ പറയാം. AI വളർച്ച എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അതിഭീമന്മാരായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളും ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ വ്യാപനത്തിനും ഡാറ്റ ഗണനത്തിനുമൊക്കെ വേണ്ടി ഊർജ്ജം നമ്മുടെ സാമാന്യ കണക്കുകളൊക്കെ അതീവമായിരിക്കും. അതേസമയം നിർമ്മിത ബുദ്ധി കൊണ്ട് അതിസമ്പന്നരാകുന്ന കമ്പനികളിൽ നിന്ന് ലാഭത്തിന്റെ ഒരു വിഹിതം അത് സാധാരണ മനുഷ്യരുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കാനുള്ള ഒരു ഇടപെടൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് സാം ഓൾട്ട്മാൻ എപ്പോഴും പറയാറുള്ളത്. AIയുടെ വരവ് ആർക്കെങ്കിലും ചെറുത്തു നിൽക്കാനാവുമെന്നത് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ നിരാശരാകുന്നവരെ മുൻനിർത്തിയുള്ള നയരൂപീകരണത്തിനാവണം ഡൽഹി ഉച്ചകോടി വേദിയാവേണ്ടതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. AI ചിപ്പുകളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതിനായി പുതിയ ചട്ടങ്ങൾ രൂപവൽക്കരിക്കുന്ന കാര്യം US ഭരണകൂടം പരിഗണിക്കുന്നതായി ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ലോകത്ത് വൻതോതിൽ വർദ്ധിച്ചു വരികയും യുദ്ധമുഖത്തുപോലെ AI നിർണായക സാന്നിധ്യമായി മാറുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു നീക്കം. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണം അത് പൂർണ്ണമായും അമേരിക്ക കൈപ്പിടിയിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ്. AI ചിപ്പുകളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതിനായി പുതിയ ചട്ടങ്ങൾ രൂപവൽക്കരിക്കുന്ന കാര്യം US ഭരണകൂടം പരിഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. AI സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ലോകത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വരികയും യുദ്ധമുഖത്ത് പോലും AI നിർണായക സാന്നിധ്യമായി മാറുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ US-ൽ നിന്ന് വലിയ തോതിലുള്ള ഇറക്കുമതി നടത്തുന്നതിന് വിദേശ രാജ്യങ്ങൾ ഇനി കർശന വ്യവസ്ഥകൾ തന്നെ പാലിക്കേണ്ടി വരും. 2 ലക്ഷമോ അതിൽ കൂടുതലോ AI ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് US ആസ്ഥാനമായിട്ടുള്ള AI ഡാറ്റാ സെന്ററുകളിൽ നിക്ഷേപം നടത്തുകയോ സുരക്ഷാ ഉറപ്പുകൾ നൽകുകയോ ചെയ്യേണ്ടി വരുമെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്തും AI വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ റദ്ദാക്കിയതിനു ശേഷം AI ചിപ്പുകളുടെ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ ആദ്യ നീക്കമായിരിക്കും ഇത്.
AI അടിസ്ഥാന സൗകര്യ വികസനം അമേരിക്കയിൽ നിലനിർത്താനും അതേസമയം പരിമിതമായി US ക്ലൗഡ് കമ്പനികൾ വഴി വിദേശ സംഭരണങ്ങൾ നിയന്ത്രിക്കാനും ലക്ഷ്യമിടുന്നതായിരുന്നു ബൈഡന്റെ കാലത്തെ നിയമങ്ങൾ. എന്നാൽ എല്ലാ AI ചിപ്പ് കയറ്റുമതിക്കും കമ്പനികൾ US സർക്കാരിന്റെ അനുമതി തേടേണ്ടി വരുമെന്ന് പുതിയ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്തേക്കും. ഇത് NVIDIA, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് പോലുള്ള പ്രധാന ചിപ്പ് നിർമ്മാതാക്കളെ കാര്യമായി തന്നെ ബാധിക്കുകയും അതേസമയം US സർക്കാരിനെ ആഗോള AI വ്യവസായത്തിന്റെ സുപ്രധാന സ്ഥാനത്ത് നിലനിർത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ ചട്ടം അനുസരിച്ച് 1000-ലധികം ചിപ്പുകളുള്ള താരതമ്യേന ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും കയറ്റുമതി ലൈസൻസ് ആവശ്യമായി വന്നേക്കുമെന്നുള്ള വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുമുണ്ട്. കയറ്റുമതി ചെയ്യുന്ന ചിപ്പുകൾ നിരീക്ഷിക്കുകയും വേണം. വാങ്ങുന്നവർ ചിപ്പുകളെ വലിയ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്ററുകളുമായി ബന്ധിപ്പിക്കുന്നത് തടയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയും വേണം. 1,00,000 ചിപ്പുകൾ വരെ ആവശ്യപ്പെടുന്ന വിദേശ കമ്പനികൾ സർക്കാർ തലത്തിലുള്ള ഉറപ്പുകൾ നൽകേണ്ടിയും വന്നേക്കും. നിർദ്ദിഷ്ട നിയമങ്ങൾ റഷ്യ പോലുള്ള കരിമ്പട്ടികയിലുള്ള രാജ്യങ്ങളെ ബാധിക്കില്ല. US AI ചിപ്പുകൾ അവർക്ക് ലഭ്യമാകില്ല എന്നതാണ് കാരണം. ചൈനയെയും കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നുവെങ്കിലും ഡിസംബറിൽ NVIDIAയുടെ AI ചിപ്പുകൾ വാങ്ങാൻ അനുമതി നൽകിയിരുന്നു. എങ്കിലും കയറ്റുമതി ദേശീയ സുരക്ഷ പരിഗണിച്ച് തടയപ്പെട്ടിട്ടുമുണ്ട്. ChatGPT ഉടമകളായ OpenAIയുമായി വമ്പൻ ധാരണയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ബിസിനസ് വമ്പന്മാരായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ ബിസിനസിന്റെ ആദ്യ ഉപയോക്താവ് OpenAI ആയിരിക്കും. ആഗോള AI ഇൻഫ്രാസ്ട്രക്ചർ സംരംഭമായ സ്റ്റാർ ഗേറ്റിനോട് ചേർന്ന് 100 മെഗാവാട്ട് ശേഷിയിലാകും പദ്ധതി ഉയരുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. രാജ്യത്തും ലോകമെമ്പാടുമുള്ള ഓരോ വ്യക്തിക്കും AI പ്രാപ്യമാക്കുക എന്നതായിരിക്കും ഈ പദ്ധതിയിലെ ദൗത്യം. ChatGPT ഉടമകളായിട്ടുള്ള OpenAIയുമായി വമ്പൻ ധാരണയിലാണ് ഇന്ത്യൻ ബിസിനസ് വമ്പന്മാരായിട്ടുള്ള ടാറ്റ എത്തുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ ബിസിനസിന്റെ ആദ്യ ഉപഭോക്താവ് OpenAI ആയിരിക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആഗോള AI ഇൻഫ്രാസ്ട്രക്ചർ സംരംഭമായിട്ടുള്ള സ്റ്റാർ ഗേറ്റിനോട് ചേർന്നുകൊണ്ട് 100 മെഗാവാട്ട് ശേഷിയിലായിരിക്കും ഈ ഒരു പദ്ധതി ഉയരുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. AI ആയിരിക്കും ഇന്ത്യൻ IT മേഖലയ്ക്ക് അടുത്ത വലിയ അവസരമെന്നാണ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ AI ഇംപാക്ട് ഉച്ചകോടിയിലടക്കം വ്യക്തമാക്കിയത്. ഇന്ത്യൻ IT മേഖലയ്ക്കുള്ള അടുത്ത വലിയ അവസരം തന്നെയാണിത്. ഇതിന് പിന്നാലെയാണ് TCS ഓഹരികളിലും വൻ ഉണർവ് പ്രകടമായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇൻഫോസിസ് ആഗോള വമ്പന്മാരായിട്ടുള്ള ആന്ത്രോപ്പിക്കുമായി ധാരണയിലെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ടാറ്റ OpenAIക്ക് കൈകൊടുത്തത്. ആഗോള AI കളിക്കാരനാകാനുള്ള ടാറ്റയുടെ മോഹങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ OpenAIക്ക് സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുക TCSന് തന്നെയായിരിക്കും. TCS AI ലക്ഷ്യങ്ങളുമായി അടുത്തിടെ സ്ഥാപിച്ചിട്ടുള്ള ഹൈപ്പർ വോൾട്ട് എന്ന യൂണിറ്റിനായിരിക്കും ഇവിടുത്തെ ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നത്. ഫിനാൻസ്, ഹെൽത്ത് കെയർ, റീറ്റെയിൽ മേഖലകൾക്കായി ഏജൻസികൾ AI വികസിപ്പിക്കാൻ TCSും OpenAIയും തന്നെ പ്രവർത്തിക്കും. പ്രസ്തുത ഡീലോടുകൂടി TCS ഒരു AI സേവന ദാതാവായി കൂടി മാറുകയാണ്. നിലവിൽ OpenAIക്ക് വേണ്ടി നിർമ്മിക്കുന്ന 100 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ 1 ജിഗാവാട്ടായി ഉയർത്താവുന്നതായിരിക്കുമെന്നും ടാറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വലിയ അടിസ്ഥാന സൗകര്യം AI തന്നെയായിരിക്കും. ഇത് ഇന്റലിജൻസിന്റെ അടിസ്ഥാന സൗകര്യമാണ്. നീരാവി എഞ്ചിനുകളും വൈദ്യുതിയും ഇന്റർനെറ്റ് പോലുള്ള മുൻകാല മാറ്റങ്ങൾ പോലെ തന്നെ AIയും ശക്തമായിരിക്കുമെന്നാണ് അന്ന് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജ്യത്തും ലോകമെമ്പാടുമുള്ള ഓരോ വ്യക്തിക്കും AI പ്രാപ്യമാക്കുക എന്നതായിരിക്കണം ദൗത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 1 ജിഗാവാട്ട് ഡാറ്റാ സെന്റർ യൂണിറ്റിനായി $7 ബില്യൺ വരെ നിക്ഷേപിക്കുമെന്ന് കഴിഞ്ഞ വർഷം ടാറ്റ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ OpenAIയുമായുള്ള ഡീല് ഈ പദ്ധതിക്ക് മികച്ച ഊർജം തന്നെയായിരിക്കും. OpenAIയുമായുള്ള മറ്റൊരു പ്രത്യേക പങ്കാളിത്തത്തിന് കീഴിൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ കമ്പനിയിലുടനീളം ChatGPT എന്റർപ്രൈസസ് വിന്യസിക്കാനും TCSന്റെ മാതൃസ്ഥാപനമായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പും പദ്ധതിയിടുന്നു എന്നുള്ള വിവരവുമുണ്ട്. ഇതോടെ ChatGPTയുടെ ഇന്ത്യയിലെ വേരോട്ടം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയിൽ 100 ദശലക്ഷത്തിലധികം പ്രതിവാര ChatGPT ഉപയോക്താക്കളുണ്ടെന്നാണ് OpenAI പറയുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധരംഗം ഇപ്പോൾ വെറും മിസൈലുകളുടെയും ബോംബുകളുടെയും ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്നതല്ല. ആധുനിക ലോകത്തിന്റെ പുതിയ യുദ്ധഭൂമി ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ 3 പ്രധാന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രങ്ങൾ ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളുടെ ലക്ഷ്യമായതോടെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇനി യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി മാറുന്നുവെന്നത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഡാറ്റാ സെന്ററുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നാണ്.
ഉയർന്ന സുരക്ഷയും സ്ഥിരതയുമുള്ള വൈദ്യുതി വിതരണവും ആധുനിക കൂളിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടുന്ന വലിയ സാങ്കേതിക ശൃംഖലകളാണ് ഇത്തരം കേന്ദ്രങ്ങൾ. അതിനാൽ തന്നെ ഇത്തരം ഡിജിറ്റൽ ആസ്തികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വെറും സാങ്കേതിക സൗകര്യങ്ങളെ തകർക്കുന്നത് മാത്രമല്ല, അതിലൂടെ സാമ്പത്തിക വിശ്വാസത്തെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കുകയും ചെയ്യും. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആരംഭിച്ച വലിയൊരു സൈനിക നീക്കത്തിനു ശേഷമാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. റിപ്പോർട്ടുകൾ നോക്കിയാൽ സൈനിക പ്രചാരണത്തിന്റെ ആദ്യ 12 മണിക്കൂറിനുള്ളിൽ ഏകദേശം 900 ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ ചില ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ ഉടൻ തന്നെ ഇറാൻ പ്രതികാര നടപടികളിലേക്ക് നീങ്ങിയതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയായിരുന്നു. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും പുറമെ ആധുനിക യുദ്ധത്തിൽ നിർണായകമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമാക്കുന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് സുരക്ഷാ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അതെ, പശ്ചിമേഷ്യയിലെ യുദ്ധരംഗം ഇപ്പോൾ വെറും മിസൈലുകളോ ബോംബുകളോ മാത്രമുള്ളൊരു ഏറ്റുമുട്ടലല്ല. ആധുനിക ലോകത്തിന്റെ പുതിയ യുദ്ധഭൂമി ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ 3 പ്രധാന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രങ്ങളാണ് ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളുടെ ലക്ഷ്യമായത്. സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇനിയൊരു യുദ്ധത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായി മാറുന്നുവെന്നാണ് ലോകം അതിലൂടെ തിരിച്ചറിഞ്ഞത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 2 ഡാറ്റാ സെന്ററുകൾക്ക് നേരിട്ട് നാശനഷ്ടമുണ്ടായപ്പോൾ ബഹ്റൈനിലെ മറ്റൊരു ഡിജിറ്റൽ സൗകര്യത്തിന് ഗുരുതരമായ ഘടനാപരമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്രമണം ഒരു സാധാരണ സൈനിക നീക്കം എന്നതിലുപരി ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലായ ഡാറ്റ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഒരു തന്ത്രപ്രധാന സന്ദേശമായി തന്നെ വിലയിരുത്തപ്പെടാം. ഇന്നത്തെ സൈനിക പ്രവർത്തനങ്ങളിൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിന് അതീവ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും അതിൽ നിന്നും യുദ്ധ സാഹചര്യങ്ങൾ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ അനുകരിക്കുന്നതുവരെ നിരവധി സൈനിക സംവിധാനങ്ങൾ ഇപ്പോൾ ഡാറ്റാ സെന്ററുകളെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സൈന്യം അടുത്തിടെ നടത്തിയ ചില ആക്രമണങ്ങളുടെ ആസൂത്രണത്തിൽ നൂതന AI ഉപകരണങ്ങൾ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ ഈ ഡാറ്റാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് ശത്രു സൈന്യത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഡിജിറ്റൽ നട്ടെല്ല് തകർക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഡാറ്റാ സെന്ററുകൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വിലമതിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നാണ്. ഇവ സ്ഥാപിക്കാനും പരിപാലിക്കാനും പലപ്പോഴും കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപം ആവശ്യമായി വരാറുണ്ട്. ഉയർന്ന സുരക്ഷയും സ്ഥിരതയുള്ള വൈദ്യുതി വിതരണവും ആധുനിക കൂളിംഗ് സംവിധാനങ്ങളും ഒക്കെ ഉൾപ്പെടെ വലിയ സാങ്കേതിക ശൃംഖലകൾ തന്നെയാണ് ഇത്തരം കേന്ദ്രങ്ങൾ. അതിനാൽ തന്നെ ഇത്തരം ഡിജിറ്റൽ ആസ്തികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം അത് വെറും സാങ്കേതിക സൗകര്യങ്ങളെ തകർക്കുന്നത് മാത്രമല്ല, അതിലൂടെ സാമ്പത്തിക വിശ്വാസത്തെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ആഗോള സാങ്കേതിക കേന്ദ്രങ്ങളായി വളരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ആക്രമണം അവരുടെ സാമ്പത്തിക പദ്ധതികൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. പഴയ യുദ്ധങ്ങളിൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കാൻ എണ്ണ പൈപ്പ്ലൈനുകളെയും ശുദ്ധീകരണശാലകളെയും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ഡാറ്റയാണ് പുതിയ എണ്ണ എന്ന് പല വിദഗ്ധരും പറയാറുമുണ്ട്. അതിനാൽ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് കേന്ദ്രങ്ങൾ ആധുനിക കാലത്തെ ഡിജിറ്റൽ ശുദ്ധീകരണശാലകളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഡാറ്റാ സെന്ററിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരേ സമയം തന്നെ തടസ്സപ്പെടാം. ബാങ്കിങ്ങും ഇ-കൊമേഴ്സും ആശയവിനിമയവും സൈനിക ഇന്റലിജൻസ് എന്നിവയെല്ലാം ഇതിന്റെ ആഘാതം നേരിടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു ഫലമായി യുഎയിലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണത്തിൽ ഗുരുതരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. ചില ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂണിറ്റുകളിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് നാശനഷ്ടങ്ങൾ നിയന്ത്രിക്കാൻ അടിയന്തര സേവനങ്ങൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വരെ വന്നു. ഇതോടെ യുഎയിലെ 2 പ്രധാന ഡാറ്റാ ലഭ്യത മേഖലകൾ താൽക്കാലികമായി ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇതിന്റെ ഫലമായി നിരവധി അന്താരാഷ്ട്ര കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കുമൊക്കെ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കും. ഈ സംഭവത്തിന്റെ ആഘാതം ഉടൻ തന്നെ ആഗോള സാമ്പത്തിക വിപണികളിലുമൊക്കെ പ്രകടമാക്കും. ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ലക്ഷ്യമിട്ട ടെക്നോളജി കമ്പനികളുടെ ഓഹരികൾ പ്രീ മാർക്കറ്റ് വ്യാപാരത്തിൽ ഏകദേശം 2.7% വരെ ഇടിഞ്ഞതായും കണ്ടിരുന്നു. ഇത് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ആഘാതത്തിൽ നിന്ന് സുരക്ഷിതമല്ല എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ്. ഇന്ന് ലോകം ഒരു പുതിയ യുദ്ധയുഗത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയുമാണ്.
മുമ്പ് യുദ്ധം നടന്നിരുന്നത് അതിർത്തികളിലായിരുന്നു. ഇപ്പോൾ അത് സൈബർ നെറ്റ്വർക്കുകളിലും ഡാറ്റാ സെന്ററുകളിലും വരെ എത്തിയിട്ടുണ്ട്. ഒരു മിസൈൽ ഒരു നഗരത്തെ തകർക്കുമ്പോൾ ഒരു ഡാറ്റാ സെന്ററിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ അത് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിലച്ചു പോകാൻ തന്നെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള സുരക്ഷ ഇനി സൈനിക പ്രതിരോധത്തിന്റെ അവിഭാജ്യ ഘടകമായി തന്നെ മാറിയിരിക്കുകയാണ്. ചൈനീസ് സൈന്യം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ യുദ്ധത്തിനായി പരിശീലിപ്പിക്കുന്നു എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി ചൈന റോബോട്ടുകളുടെ പരീക്ഷണം നടത്തുന്നുവെന്ന അവകാശവാദത്തോടെ സൈനിക ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ റോബോട്ടുകളെ വെടിവെച്ച് പരിശീലിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇന്ത്യയുമായുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപവും വിയറ്റ്നാം അതിർത്തിയിലും ചൈന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകൾ മുമ്പ് പുറത്തുവരികയും ചെയ്തിരുന്നതാണ്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി ചൈന റോബോട്ടുകളുടെ പരീക്ഷണം നടത്തുന്നുവെന്ന അവകാശവാദം അത് ഉയരുകയാണ്. സൈനിക ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ റോബോട്ടുകളെ വെടിവെപ്പ് പരിശീലിക്കുന്നതിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. കീവേഡുകളുടെ പരിശോധനയിൽ ഇന്ത്യയുമായുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപവും വിയറ്റ്നാം അതിർത്തിയിലും ചൈന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകളായിരുന്നു മുമ്പ് പുറത്തു വന്നത്. ചൈനീസ് സൈന്യം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ യുദ്ധത്തിനായി പരിശീലിപ്പിക്കുന്നു എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. യൂണിറ്ററി അല്ലെങ്കിൽ യുഷു റോബോട്ടുകളെയാണ് ചൈന ഇത്തരത്തിൽ പരിശീലിപ്പിക്കുന്നതെന്നാണ് വീഡിയോയ്ക്കൊപ്പമുള്ള വിവരണത്തിൽ പറയുന്നത്. റോബോട്ടുകൾ വെടിയുതിർത്ത പരിശീലനം നടത്തുന്നതും സൈനിക വേഷം ധരിച്ച ഒരാൾ ഇവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതുമാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത്. ആ പശ്ചാത്തലത്തിൽ മഞ്ഞുമൂടിയ മലനിരകളും കാണാനാകും. അന്വേഷണത്തിൽ എക്സിന് പുറമെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ വീഡിയോ സമാന അവകാശവാദങ്ങളോടെ തന്നെ പ്രചരിക്കുന്നതായും കണ്ടിരുന്നു. വിയറ്റ്നാം അതിർത്തിയിലും ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും ചൈന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്നുള്ള കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാഹുൽ നന്ദ എന്നയാളുടെ AI കലാകാരി എന്ന ഇൻസ്റ്റ അക്കൗണ്ടിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തിയിരുന്നു. ഇതേ റോബോട്ടുകൾ പരിശീലനം നടത്തുന്നതിൻ്റെ മറ്റൊരു വീഡിയോയും ഈ അക്കൗണ്ടിലുണ്ട്. AI ഫിലിം മേക്കർ എന്നാണ് രാഹുലിൻ്റെ ബയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ അക്കൗണ്ടിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ടന്റ് മാത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്ത AI ഡിറ്റക്ഷൻ ടൂളുകളുടെ സഹായത്തോടെ വൈറൽ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന ഫലമായിരുന്നു ലഭിച്ചത്. ഇതിൽ നിന്ന് പ്രചാരണം വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ വൈകാതെ തന്നെ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിച്ച് തുടങ്ങും എന്നുള്ളൊരു സാധ്യതയും മുന്നിലുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.